നമസ്തേ, എല്ലാവർക്കും മാളൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കറക്റ്റ് കോട്ടയമാണ്. ഇത് ഞാൻ കല്യാണം കഴിച്ച് വന്ന വീടാണ്. കല്യാണം കഴിച്ച് വരുന്ന വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ആകുമ്പോഴത്തേക്കും അതൊന്ന് എല്ലാവരെയും പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഞാൻ വരുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയാണ്. ഇത് നമ്മുടെ കാസർഗോഡാണ്, നീലേശ്വരം എന്ന് പറയും. അതൊക്കെ വലിയൊരു കഥയാണ്. അതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് പറയാം. അപ്പം നമ്മുടെ വീടൊക്കെ കാണാം അല്ലേ. ഇവിടെ വീടിൻ്റെ മുറ്റം നമുക്കിവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇത് അവിടെ നിന്ന് തൊട്ടിങ്ങനെ ചെടികളാണ് മൊത്തം ഫുള്ള്. ഇവിടെ ചെടി താഴോട്ട് നമുക്കത് കവുങ്ങ്, പിന്നെ നമുക്കിവിടെ ഒരു മാവുണ്ട്. അതിൽ നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അമ്മ എത്തി തൊടാൻ സമ്മതിക്കത്തില്ല. മാങ്ങ നല്ല പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വന്ന് പിന്നെ ഒരെണ്ണം നോക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. വന്ന് പിന്നെ ഒരെണ്ണം ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ ചെടികളാണ്. ഇവിടെ എല്ലാം ചെടികളുണ്ട് ഇവിടെ. പക്ഷെ ഇതൊന്നും ഒന്ന് സെറ്റായിട്ടില്ല. എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. എല്ലാം ഒന്ന് വൃത്തിയാക്കി നമുക്ക് എടുക്കണം. കാരണം നമുക്ക് സമയമൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. കാരണം ജോലിക്ക് പോകും, അമ്മയും ക്ലാസ്സിൽ പോകും. അമ്മ ടീച്ചറാണ്, അപ്പോൾ അമ്മയും ക്ലാസ്സിൽ പോകും, അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. നമ്മളെപ്പോഴും ആലോചിക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന്. പക്ഷേ സമയം കിട്ടുന്നില്ല. സമയം കിട്ടുന്നവരെ നമ്മൾ അതൊക്കെ റെഡിയാക്കി നല്ല ഭംഗിയാക്കി എടുക്കുന്നതാണ്. പിന്നെ ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മീനൊക്കെ ഉണ്ട്, കുറേ ഗപ്പിയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ കാണിക്കുക. കുറേ സാധനങ്ങളുണ്ട്. അത് ഇച്ച വരണം. ഇച്ച വന്നാൽ നമുക്ക് മറ്റൊന്നും കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിലോട്ട് കയറുവാണേ. ഇതാണ് വീട്. ഇതാണ് നമ്മുടെ സ്വർഗം. നമ്മൾ 4 പേരേ ഉള്ളൂ ഇവിടെ. അച്ഛന്, അമ്മ, ഞാൻ, ഇച്ച, പിന്നെ നമ്മുടെ വേറെ ഒരാളുണ്ട് ഇവിടെ. നമ്മുടെ ലൂണ ഉണ്ട് ഇവിടെ. ലൂണ ഹായ്. ഇത് നമ്മുടെ ലൂണയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. ലൂണ ഹായ്. ഓക്കെ ബൈ. ഇതാണ് നമ്മുടെ കയറി വരുന്നത്. നമ്മളുടെ എവിടേക്ക് നമ്മുടെ കൃഷ്ണനാണ്. ഇതാണ് നമ്മുടെ പൂജ റൂം. നമ്മൾ കയറി വരുന്നിടത്ത് തന്നെയാണ് ഇത്. ഇവിടെ എല്ലാവരും കൃഷ്ണഭക്തരാണ്. നമ്മുടെ അമ്മയും ഇച്ചയും അച്ഛനും എല്ലാം അതെ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. ഇങ്ങനെ കേട്ട് നമുക്കറിയാം, എന്നാലും ഇങ്ങനെ കേട്ടുള്ള ഇതൊക്കെ ഉള്ളൂ. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ രാവിലെ എന്നെക്കൊണ്ട് ഇച്ച വിളക്ക് കത്തിക്കും, ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഞാനും ചെറിയൊരു ഭക്തിയായി തുടങ്ങി. പിന്നെ ഇവിടെ വന്ന നമ്മുടെ ഊഞ്ഞാല് എപ്പോഴും ആട്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് 2 മാസമായി. ഈ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വരും. രാവിലെ എനിക്ക് ഒന്നാടും, വൈകിട്ട് വരും, ആടും. ഇതന്നെയാണ് എൻ്റെ പരിപാടി. ഇത് അഴിച്ചു കളയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒന്നും അഴിച്ചിട്ടില്ല. എനിക്കിഷ്ടമാണ് ഇവിടെ ഇരുന്ന് ആടാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു അക്വേറിയം വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ ഇച്ച വൃത്തിയാക്കി വെച്ചേക്ക് നമ്മൾ മീനെ മേടിച്ചിടാൻ വേണ്ടി. ഇതിലുള്ള ഒരെണ്ണത്തിനെ കൊണ്ട് നമുക്ക് മുകളിലുണ്ട്, അവിടെ കൊണ്ടിട്ടേക്കും. അപ്പം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി വെച്ചേക്കുന്ന മീനെ മേടിച്ചിടാൻ വേണ്ടി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ കൃഷ്ണൻ. ഇവിടെ ഉണ്ട് കൃഷ്ണൻ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ അടുക്കള. ഇവിടെ എല്ലാ സാധനങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഫുഡ് വെക്കുന്നത് അവിടെയാണ്. ഇവിടെ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത് നമ്മുടെ എല്ലാം സെറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. എനിക്ക് അടുക്കള ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരും കേട്ടോ. അത് അമ്മ എപ്പോഴും എന്നോട് പറയും ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും അടുക്കളയിലാണെന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുക്കളയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാണാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫുഡ് കഴിക്കാനും ഇഷ്ടമാണ്. ഇതാണ് നമ്മൾ ചോറും കറിയും. ഞാനാണെങ്കിൽ ചോറും കറിയും കഴിച്ച കേട്ടോ. ആദ്യത്തെ സംഭവം ചോറും കറിയൊക്കെ വെച്ചാൽ എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ദൈവമേ, ഞാൻ ഒരു വിധത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ ഇന്ന് ക്ലാസ്സിൽ പോയി. അപ്പം ഞാനും അച്ഛനും കൂടി ഇന്ന് ദോശ ഉണ്ടാക്കി കഴിച്ചു. ദോശ നമ്മുടെ ഉള്ളിക്കറി ഉണ്ടാക്കി കഴിച്ചു.
പിന്നെ അത് കഴിഞ്ഞ് ചോറ് വെച്ച് ചോറൊക്കെ ഇവിടെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പയർ മെഴുക്കൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ രീതിയിലുള്ള കറിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കാരായതുകൊണ്ട് ഈ കസറുകളിലുള്ളവർക്ക് നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ഇച്ച എന്തുണ്ടെങ്കിലും കഴിക്കും കേട്ടോ. അത് പിന്നെ എന്ത് കൊടുത്താലും കഴിക്കും. ഞാൻ എന്ത് കൊടുത്താലും ഇച്ച പറയും കൊള്ളാം വിഷമിപ്പിക്കുന്നൊന്നുമില്ല. കൊള്ളത്തില്ലെങ്കിലും പറയും കൊള്ളാന്ന് കേട്ടോ. പാവം എന്നാ ചെയ്യാനും. അങ്ങനെ ഞാൻ ചോറ് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാവും പ്രതീക്ഷിക്കണം. ഫുഡ് കഴിക്കണം. ദോശ ഉണ്ടാക്കിയപ്പോൾ റെഡിയായിരുന്നു രാവിലെ കേട്ടോ. ദോശയെല്ലാം ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പറാണെന്ന് അച്ഛൻ പറഞ്ഞു. ഇനി മോളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ പറഞ്ഞാണോന്ന് അറിയത്തില്ല സൂപ്പറാണെന്ന്. ഏതായാലും നമുക്ക് നമ്മുടെ റൂം കാണാൻ പോകുന്നത്. നമ്മുടെ റൂം മുകളിലാണ്. ഞാൻ കിടക്കുന്ന റൂം മുകളിലാണ്. അച്ഛനും അമ്മയും താഴെയാണ്. ഇച്ചെന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഇച്ച ആരാന്ന് ഓർക്കും അല്ലേ. ഇച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ വിളിക്കുന്ന ഇച്ചയെന്നാൽ എനിക്ക് ഇച്ചേന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഞാൻ ഇച്ചേന്ന് വിളിക്കുന്നത്. അപ്പോഴത്തേക്കും എല്ലാവരും ഡൗട്ട് അടിക്കും. അയ്യോ ഇച്ച ആരാ ഇച്ചയോ ഇച്ചയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. അപ്പം ഞാൻ വിളിക്കുന്നത് ഇച്ചയാണ്. ഇച്ച അറിയാലോ. ഇച്ചയാണ് ഫസ്റ്റ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്താണ്. ഇച്ച ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. പക്ഷേ ജോലി തിരക്ക് കാരണം നമുക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് പോയേക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി അറിയും. അപ്പം നമുക്ക് നോക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകിട്ട് എനിക്ക് കയറത്തുള്ളൂ. എനിക്ക് മടിയില്ല ഇവിടെ കയറി വരുമ്പോൾ ഇതിൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗോപിച്ചേട്ടൻ വരച്ചാണ്. ഗോപിച്ചേട്ടൻ വരച്ച പടം നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ. എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അറിയാം. ഇച്ച പറഞ്ഞു ഇങ്ങനെയൊക്കെ തരം ചേട്ടനെ അറിയാം. ചേട്ടൻ വരച്ച പടമാണ്. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഇച്ചയുടെ ചെടികളാണ്. എന്നും വെള്ളം ഒഴിക്കാൻ പറയും. പക്ഷെ ഞാൻ വെള്ളം ഒഴിക്കത്തില്ല. ഞാൻ മറന്നു വല്ലപ്പോഴും എപ്പോഴേലൊക്കെ വന്ന് വെള്ളം ഒഴിക്കും. വന്നൊക്കെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വന്നിട്ട് ഞാൻ തോന്നും കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അത് സാരില്ല. ഇതാണ്. പിന്നെ കുറേ പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എന്നും വന്ന് നോക്കും. ഞാൻ തോന്നുന്നു വായിക്കും നോക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വിഷയമൊന്നുമില്ല കേട്ടോ. ആ പരിപാടിയേ ഇല്ല. കുറക്കം വല്ല കഴിക്കുക കിടക്കുക പൊതുവേ ഒരു മടി സ്വഭാവമാണ്. പക്ഷെ അത് നല്ല ഒച്ച കുഴപ്പമില്ല. പിന്നെ ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ ബെഡ്റൂമാണ്. ഞാൻ ഇച്ചയും കിടക്കുന്നത് ഇവിടെ ആണ്. പിന്നെ ഇവിടെ പടമുണ്ട് കേട്ടോ. ഇത് ഗോപിച്ചേട്ടൻ വരച്ച പടമാണ്. അവിടെയുടെ ചേട്ടൻ വരച്ച പടമാണ്. ഇതൊക്കെ വരച്ച പടങ്ങളാണ്. പിന്നെ ഈ ചുമരിൽ മൊത്തം നമ്മുടെ ഫോട്ടോസാണ്. ഇവിടെ മൊത്തം എൻ്റെ ഇച്ചയുടെ ഫോട്ടോസാണ്. അല്ല അലമാരിയിൽ നമ്മുടെ ഭിത്തിയിൽ ഇവിടെ എല്ലാം ഓരോരോ ഫോട്ടോസാണ്. നമ്മുടെ ഫോട്ടോസാണ് ഇവിടെ എല്ലാം ഇരിക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങൾ നോക്കുന്നിടത്തെല്ലാം നമ്മുടെ ഫോട്ടോ വേണം. നമുക്ക് കാണുമ്പോൾ സന്തോഷമല്ലേ. ഞാൻ ഇച്ചയെന്ന് പറഞ്ഞാൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയെന്ന് അറിയണമെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ മാള് ഇന്ന സ്ഥലത്തുണ്ട് എന്നെല്ലാവരും അങ്ങനെ എല്ലാവരും എന്നെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഫോട്ടോഗ്രാഫായിരിക്കും. ഞാൻ ഫോട്ടോ എടുക്കും, വീഡിയോ അതൊക്കെ എനിക്കൊന്നും ചെയ്യാതെ എന്തോ ഒരു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയൊക്കെ പേര്. നമ്മുടെ ഇതിനോട് ചേർന്നൊരു പേരുണ്ട്. ഞാൻ ഇതിലെ കൂടെ പേരക്കൊക്കെ പറിക്കും കേട്ടോ. ഇതിലെ കൂടെ പേരക്കൊക്കെ പറിക്കും. വേറെ പണിയൊന്നുമില്ലല്ലോ. ഇവിടെ പേരക്കൊക്കെ ഇതിലെ കൂടെ വന്ന് നിൽക്കും. അപ്പം ഞാൻ ഇതൊക്കെ പറിക്കും. ഞാൻ പേരക്കൊക്കെ എനിക്കിഷ്ടമാണ്. പേരക്ക മാങ്ങ അതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്തൊക്കെ നിൽപ്പുണ്ട്. പേരയും അതുപോലെ തന്നെ മാങ്ങയും എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. എല്ലാവരും ആയിട്ട് വരാം. ഇച്ചയും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.